മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കച്ചേരിക്കടവ് സെന്റ് ആന്റണീസ് ഹോട്ടലിലാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി എന്ന് പറഞ്ഞാൽ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഭരണസമിതിയും അതിൻ്റെ പ്രസിഡന്റുമാണ് നമ്മുടെ കുര്യാച്ചൻ സാറ്. സാറ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചായ കുടിക്കും. ചായ എങ്ങനെയുണ്ട്? നമ്മുടെ സെന്റ് ആന്റണീസ് ഹോട്ടലിലെ നല്ല ചായയാണ്. നല്ല ചായയാണ്. അയ്യൻകുന്നിലെ എല്ലാ ചായക്കടകളും നല്ലതാണ്. നല്ല ചായ കിട്ടത്തുള്ളൂ. നല്ല ചായ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 5 വർഷം ഏകദേശം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ഈ ഭരണസമിതി. അപ്പോൾ നമ്മൾ കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുക. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷങ്ങൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായി പറയുമ്പോൾ നമുക്കറിയാം, അയ്യൻകുന്ന് എന്ന് പറയുന്നത് ഒരു മലയോര പഞ്ചായത്താണ്. 46 കിലോമീറ്ററോളം ഫോറസ്റ്റ് ബൗണ്ടറി പങ്കിടുന്നതാണ്. 8 വാർഡുകൾ അതിൽ ഫോറസ്റ്റ് അതിർത്തി പങ്കിടുന്നുണ്ട്. 16 വാർഡുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. കൂടാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 123 ചതുരശ്ര കിലോമീറ്ററാണ്. 16 വാർഡുകളും ഏറെക്കുറെ 23,000-ഓളം അടുത്ത് ജനങ്ങളുമേ ഉള്ളൂ. എത്രമാത്രം വിസ്തൃതമായൊരു പഞ്ചായത്താണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്തിട്ടുള്ള പദ്ധതികളിലേക്ക് വരുമ്പോൾ ഈ ഒരു മലയോര മേഖല എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ടും ഒരു കാർഷിക മേഖലയാണ് അയ്യൻകുന്നിൻ്റെ. ഇവിടെയുള്ള ഓരോ നമുക്കറിയാം, അയ്യൻകുന്ന് പറയുമ്പോൾ മുഴുവൻ മലനിരകളാണ്. അപ്പോൾ ഓരോ മലനിരകളിലുള്ള കൃഷിഫലന്മാർ അധ്വാനിച്ച് രാവിലെ അധ്വാനിച്ച് ഇവിടെ പൊന്നു വിളയിച്ചിട്ടുള്ളൊരു നാടാണ്. കുടിയേറ്റ ജനതയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കച്ചേരിക്കടവ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കച്ചേരിക്കടവ് അയ്യൻകുന്ന് പഞ്ചായത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം മുഴുവൻ കുടിയേറ്റ ജനതയാണ്, നന്നായി കൃഷി ചെയ്യുന്നവരാണ്. അപ്പം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് കാർഷിക മേഖലയും കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ നിരവധിയായ കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്തതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇവിടെ തെങ്ങുകൾ ധാരാളം ഉള്ളതാണ്. കർഷകർക്ക് വിലയിടുകൾ കൊണ്ട് അതിന് നല്ല വരുമാനം കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് തെങ്ങിന് ജൈവവള പദ്ധതി അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ 5 വർഷവും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ചെറിയ കുറച്ച് തെങ്ങുള്ളത് തൊട്ട് 2 ഹെക്ടർ വരെ ഉള്ളവർക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. കൂടാതെ ഇതോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ പച്ചക്കറി ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമുക്ക് ചട്ടിയും തൈയും പദ്ധതി എല്ലാ വീടുകളിലും 10 ചട്ടിയും അതിനോടനുബന്ധിച്ചുള്ള മൺചട്ടിയും അതോടനുബന്ധിച്ച് പച്ചക്കറി തൈകളും വിതരണം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഈ പദ്ധതി എത്തിയിട്ടുണ്ട്. അവരതനുസരിച്ച് അവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം പര്യാപ്തമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പഞ്ചായത്തിൽ ജനങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വീടുകളിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെയൊക്കെ നല്ല ഇഷ്ടംപോലെ കുരുമുളക് തോട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മളതെല്ലാം കേടൊക്കെ വന്ന് നിന്നുപോയി, കുറേ ഇല്ലെന്നല്ല. അപ്പോൾ ഓരോ വീട്ടിലും നമ്മുടെ ആൾക്കാർക്ക് കുരുമുളക് സുഗന്ധദ്രവ്യത്തിൻ്റെ അത് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും നമ്മൾ കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ അപേക്ഷിച്ചവർക്കെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കവുങ്ങ് തൈ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ ഇതുപോലെ മറ്റ് പദ്ധതികളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നിരവധിയായ ഫലവൃക്ഷ തൈകൾ ഈ വർഷങ്ങളിലെല്ലാം കൊടുത്ത് നമുക്ക് ജനങ്ങളുടെ ആരോഗ്യം നല്ല മായം ചേരാത്ത അല്ലെങ്കിൽ കീടനാശിനി ചേരാത്ത നല്ല ഫലവൃക്ഷങ്ങൾ ലഭിക്കത്തക്ക വിധത്തിലുള്ള നല്ല ഫലവൃക്ഷ തൈകൾ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്രദമാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പദ്ധതിക്കകത്ത് ആൾക്കാർക്ക് നമ്മൾ കാർഷിക കിറ്റ് മീൻസ് അതിനകത്ത് നമ്മുടെ മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്
ഇതടങ്ങുന്ന ഒരു കിറ്റ് നൽകാൻ വേണ്ടി ഈ വർഷത്തെ നമ്മൾ പദ്ധതിക്കകത്ത് പൈസ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ഇതുകൊള്ളുണ്ട്, ഇനിയുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നത് ഇത്രയേറെ കാർഷിക മേഖല ഇത്രയേറെ കാര്യങ്ങൾ ഇനി ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വർഷത്തിനകത്ത് നമുക്കറിയാം നേന്ത്രവാഴയുടെ ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ നമ്മൾ ഈ വർഷം നമ്മൾ വിതരണം ചെയ്യാനായിട്ട് അതിൻ്റെ ഇപ്പോൾ തന്നെ ഈ മാസങ്ങളിൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൃഗസംരക്ഷണ മേഖലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ ഒന്ന് എടുത്തു പറയത്തക്കത് ഒരു മുട്ട ഗ്രാമം എന്ന നിലയ്ക്ക് ആ ഒരു ലെവലിലേക്ക് എത്തത്തക്ക വിധത്തിൽ ആൾക്കാർക്ക് ഓരോ വീടിനും 5 കോഴികളെ സൗജന്യം എന്ന് പറഞ്ഞാൽ 50 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൈസ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി 50 രൂപ വെച്ച് 5 കോഴികളെ നമ്മൾ ഈ വർഷങ്ങളിലെല്ലാം കൊണ്ടും കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അപേക്ഷകർക്കെല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ വീട്ടമ്മമാർക്കതൊരു വലിയ ഉപകാരപ്രദമായ ഒരു പദ്ധതിയായിരുന്നു. അവരവർക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അത് വിതരണം ചെയ്യാനായിട്ട് തയ്യാറായ കാര്യങ്ങളെല്ലാം തന്നെ വെറ്ററിനറി ഓഫീസർ അത് ചെയ്തിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കൂടാതെ നമ്മൾ പശു വളർത്തൽ ഇപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ഇവിടെ നമ്മുടെ പശു വളർത്തൽ ക്ഷീരമേഖല ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ഓളം സംഘങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും പാട് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഈ മേഖലയിൽ നിന്ന് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ക്ഷീരമേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ നമുക്ക് പരമാവധി സഹായിക്കാൻ വേണ്ടി അവർക്ക് ഓരോ വർഷത്തിലും തോറും വിലകൾ കൂടി വരുമ്പോൾ അവർക്ക് കാലിത്തീറ്റയൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് കാലിത്തീറ്റ വിതരണം അതിന് സബ്സിഡി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കന്നുകുട്ടികൾക്ക് നമ്മൾ മരുന്നുകൾ, അതുപോലെ ധാതു ലവണ മിശ്രിതങ്ങൾ, പിന്നെ ഇൻഷുറൻസ് സ്കീമുകൾ നമ്മൾ നടപ്പാക്കിയിരുന്നു. പക്ഷേ നമുക്കത് ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികൾ കാരണം നമുക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. കൂടാതെ എല്ലാവർക്കും സാധാരണ പഞ്ചായത്തുകൾ ചെയ്യുന്ന പോലെ ഇൻസെൻറ്റീവ് പാൽ അളക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് പശുക്കളെ വിതരണം ചെയ്യാനുള്ള പകുതി സബ്സിഡി പഞ്ചായത്ത് കൊടുത്തുകൊണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പശുവിന് 30,000 രൂപയാണ് അതിന് സബ്സിഡി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വർഷങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ST മേഖലയിലെ ആൾക്കാർക്കും അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാർഷിക മേഖലയിൽ ചെയ്തത്. നമ്മൾ ഈ റോഡും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റോഡ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ 5 വർഷത്തിന്? ഈ 5 വർഷത്തെ റോഡിൻ്റെ നമ്മൾ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് റോഡിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് കേവലം 32 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇത്രയേറെ വിസ്തൃതമായൊരു സ്ഥലത്ത് നമുക്ക് റോഡുകൾ പരമാവധി ചെയ്യാൻ വേണ്ടി മെയിൻ്റനൻസ് നടത്താനൊക്കെ സാധിക്കാത്ത സ്ഥിതിവിശേഷമായിരുന്നു. അപ്പം ഭരണസമിതി ഇത് മനസ്സിലാക്കി നമ്മുടെ റോഡുകളുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിറ്റേ വർഷം നമുക്ക് അതിൻ്റെ അത് 1,52 ലക്ഷം രൂപയിലേക്ക് ആ ഫണ്ട് വർദ്ധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനകത്ത് നമുക്കിത് പെട്ടെന്ന് ഇത്രയും ഹൈക്കായതുകൊണ്ട് ആ വർഷങ്ങൾ നമുക്ക് ആ 1 കോടി അവർ തടഞ്ഞു വെച്ച് നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ 52 ലക്ഷം കിട്ടിയത് തന്നെ നമുക്കത് നേരെ ഇരട്ടിയിലേക്ക് വരുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റോഡിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആർട്രാക്ക് എന്നൊരു സിസ്റ്റം അവർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ റോഡുകളും അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചതുകൊണ്ട് ഈ വർഷങ്ങൾ നമുക്ക് 2 കോടി രൂപയുടെ അടുത്ത് നമുക്ക് റോഡിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ അയ്യങ്കുന്നിലെ മിക്കവാറും എല്ലാ റോഡുകളും നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം കുണ്ടും കുഴിയും പിടിച്ച് കിടക്കുന്ന റോഡുകളില്ല. ഇവിടുത്തെ റോഡുകളൊരു വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഇങ്ങനെ കയറ്റമാണ്, മുഴുവൻ കയറ്റവും കാര്യങ്ങളും മരങ്ങളൊക്കെ നിൽക്കുന്നത്. ആദ്യം വലിയ മഴ പെയ്യുമ്പോഴും ഇത്രയും വെള്ളത്തിന് കുത്തിയൊഴുക്കപ്പെട്ടിട്ട് റോഡുകൾ ഇങ്ങനെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ്. എങ്കിൽ പോലും ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും റോഡുകൾക്ക് നല്ല രീതിയിൽ അത് ഫണ്ട് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിപ്പം മെയിൻ്റനൻസ് ഫണ്ടാണുള്ളത്, അല്ലാതെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് കേട്ടിട്ടുള്ളത് 10% മാത്രമായിരുന്നു മെറ്റൽ ഫണ്ടിന് കിട്ടിയതെങ്കിൽ പോലും എല്ലാ വാർഡിലും അത് കറക്റ്റായിട്ട് വീതിച്ചു കൊടുത്ത് മലയോര മേഖലയിൽ എല്ലാവർക്കും തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് പറയുമ്പം മിക്കവാറും എല്ലാ കുന്നിൻ്റെയും അല്ലെങ്കിൽ എല്ലാ മലയുടെയും മണ്ണിലേക്കൊക്കെ നല്ല കോൺക്രീറ്റ് റോഡുകൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം നമ്മൾ ഈ കടന്നു പോകുന്ന ഈ വഴികളിൽ ഇപ്പം നമ്മുടെ KSTPയുടെ എടൂർ മുതൽ പാലത്തങ്ങട് വരെയുള്ള ഒരു 24 കിലോമീറ്റർ റോഡ് വളരെ നല്ല രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വീതി കൂട്ടി അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക.
അപ്പോൾ റോഡുകൾക്ക് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്. അത് നല്ല രീതിയിൽ അത് ആ റോഡിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭരണസമിതി അംഗങ്ങൾ അത് കടന്നു പോകുന്ന വഴികളിൽ ഇപ്പം വീതി കൂട്ടേണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആൾക്കാരുമായി സംസാരിച്ച് അതിനകത്ത് എല്ലാ ആൾക്കാരും എല്ലാ മെമ്പർമാരും എല്ലാ വിധത്തിലും ഇടപെട്ടിട്ട് ആൾക്കാരുമായി സംസാരിച്ച് അത് എല്ലാവരും സഹായിച്ചു കേട്ടോ. അങ്ങനെ ആൾക്കാരെല്ലാം അങ്ങനെ സഹായിച്ച് ഒരേക്കർ അല്ല 1 മീറ്റർ 2 മീറ്ററൊക്കെ സ്ഥലം വിട്ട് കൊടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ റോഡിന് വീതി കൂട്ടാനൊക്കെ ഞങ്ങൾക്ക് ആ ഒരു KSTPയുടെ പദ്ധതിക്കും ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാറേ നമ്മൾ? ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 2 ആരോഗ്യ സ്ഥാപനങ്ങളാണ്. ഒന്ന് അങ്ങാടിക്കടവിൽ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കരിക്കോട്ടശ്ശേരിയിൽ ഒരു സെൻ്ററുണ്ട്. ഈ 2 ഹോസ്പിറ്റലുകളിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് പരമാവധി ചികിത്സാ സൗകര്യം ലഭിക്കാനായിട്ട് പഞ്ചായത്തിന് പൈസ മരുന്ന് വാങ്ങാനടക്കം ഉള്ള പൈസകൾ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ അങ്ങാടിക്കടവ് ഹോസ്പിറ്റലിൽ നമുക്ക് ലാബ് സൗകര്യമുണ്ട്. അവിടെ ലാബ് ടെക്നീഷ്യനെ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള ഫാർമസിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, അത് നന്നായി പോകുന്നു. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഡെൻ്റൽ OP നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സ്ഥലത്തൊന്നും ഇത്രയും ഡെൻ്റൽ OP ഉള്ളൊരു PHC വേറെ ഇല്ല. അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഡെൻ്റൽ OPയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു. കൂടാതെ അപ്പോൾ നമുക്ക് CFC ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങാടിക്കടവ് ഹോസ്പിറ്റലിനോട് ചേർന്നൊരു മെയിൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന് വളരെ ഉപകാരപ്രദമാണ്, ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതോടനുബന്ധിച്ച് ഇവിടെ കച്ചേരിക്കടവിൽ തന്നെ ഇവിടെ നമ്മളൊരു മെയിൻ സെൻറ്ററിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വാണിയപ്പാറയിൽ ഒരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ മുണ്ടേപറമ്പിലും സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ തണുത്തു പോകണം. സാറ് ചായ കുടിക്കും. ഇപ്പോൾ കാർഷിക മേഖലയിലൊക്കെ വമ്പിച്ച നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാറേ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നല്ല ഇടപെടലുകൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ നമുക്ക് 13 സ്കൂളുകളുണ്ട്. ഒരു ഹയർ സെക്കൻഡറി, 2 ഹൈസ്കൂള്, UP സ്കൂള്, LP സ്കൂളുകളടക്കം. നമുക്ക് പഞ്ചായത്തിൽ ഒരു സർക്കാർ സ്കൂൾ മാത്രമേ ഉള്ളൂ. അത് ആനപ്പന്തി GLP സ്കൂളാണ്. നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് എടുത്തു പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം, എല്ലാ സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെയുള്ള തൊഴിലുറപ്പിനടക്കം പോകുന്ന കുറേയേറെ ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ആനപ്പന്തി സ്കൂളിൽ നമ്മൾ റൂട്ട് വര നമ്മൾ ആവശ്യപ്പെട്ട് നിർമ്മിച്ചിരുന്നു. അപ്പോൾ റൂട്ട് വര ആയിപ്പോൾ കഴിഞ്ഞപ്പോൾ അവിടെ വരുന്ന ഈ കുട്ടികൾക്ക് ഇപ്പം കുട്ടികളിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക മറ്റേ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി മറ്റു സ്കൂളിലേക്ക് വേണ്ടി നമ്മൾ പ്രഭാത ഭക്ഷണം ആ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം അവിടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അത് ശരിക്കും മാതാപിതാക്കൾക്ക് ഭയങ്കര അനുഗ്രഹപ്രദമായി, സഹായമായി. അപ്പോൾ അത് മറ്റുള്ള സ്കൂളുകളിൽ LP സ്കൂളുകളിൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് സ്കൂളിലാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റെല്ലാവരും തുടങ്ങണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ ഇതിന് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി അവർക്ക് ഇത് ചെയ്തു കൊടുക്കും. നമ്മുടെ കുടിവെള്ളത്തിന് നല്ല കുടിവെള്ളം കിട്ടാൻ വേണ്ടി അത് കൊടുത്തു. പോരാത്തതിന് നമ്മുടെ എല്ലാ സ്കൂളുകളും ഇപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിലെ 3 സ്കൂളുകൾക്ക് A+ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പം കൂടാതെ 6 സ്കൂളുകൾക്ക് നമുക്ക് തുമ്പൂർ മൊഴി ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിൽ അല്ലയോ ജില്ലയിൽ തന്നെ ഇത്രയേറെ തുമ്പൂർ മൊഴികളുള്ള വേറെ സ്കൂളുകളും പഞ്ചായത്തും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ ഭിന്നശേഷി വരുന്ന കുട്ടികളടക്കമുള്ളവർക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്കൂളുകളിൽ പോകാനുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. കൂടാതെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് 10ഓളം പേർക്ക് ഭിന്നശേഷി പറ്റുള്ള 10ഓളം ആൾക്കാർക്ക് നമുക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ വീടിനകത്ത് ഇങ്ങനെ
വളരെ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ എന്ന് പറയാം, അങ്ങനെ മുഴുകിക്കഴിഞ്ഞിരുന്ന അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ നമുക്ക് 10ഓളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു. ഒപ്പം കൂടാതെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് നമുക്ക് കോട്ട്, അവരുടെ കട്ടിൽ, അതിൻ്റെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള കട്ടിലുകളും വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ആ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളെ കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കേരളത്തിൻ്റെ ഒരു പഞ്ചായത്താണ്. അപ്പോൾ ടൂറിസം മേഖലകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ടൂറിസം മേഖലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും? നമ്മൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സാധ്യതകൾ ഉള്ള ഒരു പഞ്ചായത്താണ്, സ്ഥലങ്ങളാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൺസൂൺ ടൂറിസത്തിന് നല്ല സാധ്യതകളാണ്. മൺസൂണിൻ്റെ ആ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നല്ല ഒത്തിരിയേറെ വെള്ളച്ചാട്ടങ്ങൾ, നല്ല നയനമനോഹരമായ കാഴ്ചകളും എല്ലാം ഉണ്ട്. പിന്നെ വേനൽക്കാലം വരുത്തിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. എങ്കിലും നമ്മുടെ പല വാർഡുകളിലും നല്ല ഊട്ടി പോലെ കാലാവസ്ഥ അനുഗ്രഹപ്രദമായ സ്ഥലങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം, നമുക്കിതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ മാത്രമുള്ള ഫണ്ടില്ല. നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ DTPCക്കൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ആ ഫണ്ട് കിട്ടിയിട്ടില്ല. കൂടാതെ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നല്ല വെള്ളച്ചാട്ടങ്ങളുള്ള ഒന്ന് എടപ്പള്ളി സൂചിമുഖി എന്ന് പറയുന്ന നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാംകടവിൽ കള്ളിതട്ടുംപാറയിൽ നല്ലൊരു വെള്ളച്ചാട്ടം, അച്ഛൻ വിളിച്ച പാറ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മിനി ജലവൈദ്യുത പദ്ധതി അതിലേക്കാൻ വരാം. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലെ പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളത്, അതെല്ലാം അതിലേക്ക് പോകുന്ന ആക്സസ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് അവരെ കണ്ട് അവരതിന് സ്ഥലങ്ങൾ വിട്ടു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അങ്ങോട്ടുള്ള റോഡ് ആക്സസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് നമുക്കിവിടെ പാലത്തുങ്കടവിലുള്ള ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നല്ല ടൂറിസം സാധ്യതകളുണ്ട്. കൂടാതെ ഈ അയ്യങ്കുന്നിൻ്റെ മനോഹരിത മനസ്സിലാക്കിക്കൊണ്ട് നിരവധിയായ റിസോർട്ടുകൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗശല്യവും ഫെൻസിങ്ങും അതിൻ്റെ ഒരു പ്രവൃത്തിയൊക്കെ എങ്ങനെയാണ്? നമ്മളെ മലയോര മേഖലയാണ്, വന്യമൃഗശല്യം രൂക്ഷമായി കർഷകർ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെ നടപടികളാണ് അത് തടയാനൊക്കെ വേണ്ടി? ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു പ്രശ്നം വന്യമൃഗശല്യത്തിൻ്റെ ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഇത്രയും വലിയ പഞ്ചായത്തിൽ ഈ 8ഓളം വാർഡുകൾ ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുമ്പോൾ അതെല്ലാം വന്യമൃഗവും മനുഷ്യരുമായിട്ട് നിരന്തരം ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആന ഇവിടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതായിട്ട് പദ്ധതികൾ നമ്മുടെ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഷെയർ ഉപയോഗിച്ച് നമ്മളതിനൊരു പദ്ധതിക്ക് വിഭാവനം ചെയ്യുകയും അത് നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെയാണ് നമുക്ക് നബാർഡിൻ്റെ ഒരു സ്കീമിൽ നിന്ന് ഇവിടെ കച്ചേരിക്കടവ് പാലത്തുങ്ങളുടെ ഭാഗത്ത് ഒരു സ്കീം കിട്ടി. അവിടെ നമുക്ക് സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ നമുക്ക് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ലഭിച്ചു. അങ്ങനെ നമുക്ക് 19 കിലോമീറ്ററോളം ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, നിലവിൽ നേരത്തെ ചെയ്തിട്ടുള്ള ഫെൻസിങ് കൂടാതെ. അപ്പം ഇത് വന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് അതിനകത്ത് ജില്ലാ പഞ്ചായത്താണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചു. ബാക്കി ബ്ലോക്ക് പഞ്ചായത്തും അതിൻ്റെതായ രീതിയിൽ സഹായിച്ചു. ആൾക്കാരുടെ നല്ല സഹകരണങ്ങളുണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തപ്പോൾ നമുക്കറിയാം അവിടെ വളരെ നല്ല രീതിയിൽ ഈ ഭാഗത്ത് ചെയ്ത ഭാഗങ്ങളിലൊന്നും കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ല എന്നത് ഭയങ്കര സന്തോഷകരമായൊരു കാര്യമാണ്. അതിനകത്ത് ഞങ്ങളുടെ ഭരണസമിതിക്ക് ഇടപെടാനും അത് നടപ്പാക്കാനും സാധിച്ചിട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകം എടുത്തു പറയുന്ന ഒരു നേട്ടം തന്നെയാണ്. നമുക്കറിയാം ഒരു കാര്യം കൂടെ പറയുമ്പോൾ ആന മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. നമുക്കിവിടെ കടുവയുടെയും പുലിയുടെയും ഇപ്പോൾ ആണെങ്കിൽ കണ്ടമാനം കുരങ്ങുകളുടെയും എല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്തു നിന്നാണ് ആൾക്കാർ ഇങ്ങനെ അതിജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 5 വർഷം നല്ല ഒരു വികസന പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂടെ ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരേ സ്വരമായിരിക്കില്ലല്ലോ. ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഭരണസമിതിയിലും ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ അതിനെല്ലാം ഒരുമിച്ച് നമുക്ക് സമചിതയോടുകൂടി എല്ലാവരോടും കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം. അത് ഇപ്പം അവരെങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതല്ല, അവരെല്ലാം നമുക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഓരോരുത്തരും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വലിയൊരു പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ അയ്യൻകുന്നിലെ ജനങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 5 വർഷത്തിനുള്ളിൽ? പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ കിട്ടി? ഈ 5 വർഷത്തെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട് തരാൻ വേണ്ടി സാധിച്ചത്. ഞങ്ങൾ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് 5 വർഷം ഇത്രയും നല്ല കാര്യങ്ങൾ ഈ ജനത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഭരണസമിതിയോട് കൂടി ചേർന്ന് നിന്ന് എനിക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. ആൾക്കാർ ചെറുതോ വലുതോ ആരോ ആകട്ടെ, ഏത് വിധത്തിൽ എല്ലാ ആൾക്കാരോടെ ഉള്ളതാണ്. അവരെല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ട് അവരെല്ലാവരെയും നമ്മൾ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ജനങ്ങൾ നല്ല രീതിയിലൊരു സഹകരണവും സപ്പോർട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. സാറ് പൊതുരംഗത്ത് ആദ്യത്തെ മത്സരത്തിൽ തന്നെ വിജയിച്ചു. ആദ്യം തന്നെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി അല്ലേ? അതെ, ഞാൻ പഞ്ചായത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് തന്നു. ഞാനിവിടെ അങ്ങാടിക്കടവ് വാർഡിലും വിജയിച്ചു. അപ്പോൾ വിജയിച്ചു വന്നപ്പോൾ എനിക്ക് പാർട്ടി എന്നെ പഞ്ചായത്ത് ഭരണത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തന്നെ പാർട്ടി നിശ്ചയിച്ചു. ആ ഒരു തീരുമാനം പാർട്ടി എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് ഇനി പറയാനുള്ളത്? നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി തീരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ എന്താണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ജനങ്ങളോട് പറയാനുള്ളത്? പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ 5 വർഷക്കാലം എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാവിധ സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് ഏത് കാര്യങ്ങൾ വന്നാലും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് അതിനെ നല്ല രീതിയിലത് തീർപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഇവിടുത്തെ റോഡ് വികസനമായിക്കൊള്ളട്ടെ, അതായത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഹാങ്ങിങ് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, എല്ലാ പ്രശ്നങ്ങളും ജനങ്ങൾ ആ ഒരു കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഇന്നുണ്ടാകുന്ന ഭരണസമിതിക്ക് ഞങ്ങൾക്ക് തരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾ കാണിച്ചിട്ടുള്ള ആ വലിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ സാറിന് പറയാനുള്ളത്. ജനങ്ങളോട് നിങ്ങൾ കൊടുത്ത ഈ 5 വർഷം നിങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ വിജയമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ് ട്രൂ മീഡിയയിൽ ഇത്രയും നേരം നമ്മളോട് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. ഇത്രയും വിലപ്പെട്ട സമയം ട്രൂ മീഡിയയോടൊപ്പം ചെലവഴിച്ചതിന് 1000 നന്ദി അറിയിക്കാം. താങ്ക് യു സർ. ട്രൂ മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക 9447691771 7593 978255 8072751916. ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം.